വർഷം 1988. ഡെറി എന്ന് പറയുന്ന ഒരു പട്ടണമാണ് സ്ഥലം. നല്ല മഴയുള്ള ഒരു ദിവസമാണ്. ബില്ലിയും അവന്റെ അനിയനായ ജോർജിയും കൂടെ അവന്റെ വീട്ടിലിരിക്കുന്നുണ്ട്. ഈ ബില്ലി എന്ന് പറയുന്നത് ഒരു വിക്കുള്ള പയ്യനാണ്. ഇന്നത്തെ ദിവസം അവന് നല്ല പനിയുണ്ട്. എങ്കിലും അവന്റെ അനിയനായ ജോർജ് പറഞ്ഞതിനെ തുടർന്ന് അവൻ ജോർജിക്ക് വേണ്ടി ഒരു പേപ്പർ ബോട്ട് ഉണ്ടാക്കുകയാണ്. അങ്ങനെ പേപ്പർ ബോട്ടിന്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ അത് വെള്ളത്തിൽ ഒഴുക്കി വിടാനുള്ളതാണ്. അതുകൊണ്ട് അതിന്റെ താഴ്ഭാഗത്ത് മെഴുക് തേക്കണം. അതുകൊണ്ട് നീ വേഗം പോയി നിലവറയിൽ ചെന്നിട്ട് മെഴുകെടുത്തോണ്ട് വന്നേ എന്നാണ് ബില്ല് ഇപ്പൊ ജോർജിന്റെ അടുത്ത് പറയുന്നത്. ഈ ജോർജ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പയ്യനാണ്. ഈ നിലവറയിലേക്ക് പോവാന്ന് പറയുന്നത് അവന് നല്ല പേടിയുണ്ട്. പക്ഷെ ചേട്ടന് വയ്യാത്തോണ്ട് അവൻ തന്നെ പോവാന്ന് തീരുമാനിച്ചു. പേടിച്ചാണ് അവൻ ആ നിലവറയിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ അവിടെ ചെന്ന് അവൻ സാധനം എടുത്തു. എന്നാൽ ഈ സമയത്താണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. നിലവറയിൽ നല്ല ഇരുട്ടാണ്. അവൻ നോക്കുമ്പോൾ അവിടെ 2 കണ്ണുകൾ പോലെ എന്തോ കാണുന്നുണ്ട്. അത് കണ്ട് പേടിച്ചവൻ പെട്ടെന്ന് അങ്ങോട്ട് ടോർച്ച് അടിച്ചു. എന്നാൽ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ തിരിച്ച് നടക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഇടി വെട്ടുന്നത്. അതോടുകൂടെ അവൻ വേഗം മുകളിലേക്ക് ഓടി പോവാണ്. അങ്ങനെ മെഴുകുമായിട്ട് അവൻ അവന്റെ ചേട്ടന്റെ അടുത്തെത്തി. ഈ സമയം ബില്ലാണെങ്കിൽ ആ മെഴുകെടുത്ത് അവനുണ്ടാക്കിയ ബോട്ടിന്റെ അടിയിൽ തേച്ചു വെച്ചു. ഇനി നീ ഇത് കൊണ്ടുപോയിട്ട് ഒഴുക്കിക്കോ എന്നാണ് ബില്ല് പറയുന്നത്. അതിനെ തുടർന്ന് വളരെ സന്തോഷത്തോടെ ജോർജ് ആ ബോട്ടുമായിട്ട് വെളിയിലേക്ക് പോവാണ്. അങ്ങനെ ജോർജ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നൊക്കെ മുകളിലത്തെ നിലയിൽ നിന്ന് ബില്ലും കാണുന്നുണ്ട്. അങ്ങനെ ജോർജ് ഉടനെ തന്നെ ആ ബോട്ട് ഒഴുക്കി വിടാണ്. നല്ല മഴയാണ് പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റോഡിലൂടെ നല്ല സ്പീഡിലാണ് വെള്ളമൊക്കെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവൻ ആ ബോട്ട് വെച്ചപ്പം അത് വേഗം മുന്നോട്ട് പോവാണ്. അതിനെ തുടർന്ന് ജോർജ് ആ ബോട്ടിന് പുറകെ ഓടാൻ തുടങ്ങി. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ആ ബോട്ട് ഇപ്പോൾ അവിടുത്തെ ഡ്രെയിനേജിലേക്ക് വീണു പോവാണ്. ജോർജ് ഇത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനത് കിട്ടുന്നില്ല. അങ്ങനെ അവൻ താഴെ കടന്ന് ആ ഡ്രെയിനേജിലേക്ക് കൈയിട്ടിട്ട് ആ ബോട്ട് എടുക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് 2 കണ്ണുകൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അത് കണ്ടതും ജോർജ് ശരിക്കും ഞെട്ടിപ്പോയി. അതൊരു ക്ലൗൺ ആയിരുന്നു. ആ ക്ലൗണിന്റെ കയ്യിൽ ആ ബോട്ട് ഇരിക്കുന്നുണ്ട്. ഈ ക്ലൗണിന്റെ പേരാണ് പെന്നിവൈസ്. ഞാനൊരു ഡാൻസിങ് ക്ലൗൺ ആണ് എന്ന് പറഞ്ഞിട്ടാണ് പെന്നിവൈസ് ഇപ്പം അവന് ജോർജിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ പെന്നിവൈസിന്റെ ആ മുഖമൊക്കെ കണ്ട് അവന് ശരിക്കും പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകണം എന്നാണ് ജോർജ് പറയുന്നത്. അതേക്കുന്ന പെന്നിവൈസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോട്ടില്ലാതെയാണോ ജോർജ് തിരിച്ചു പോകുന്നത്? ഈ ബോട്ടും കൊണ്ട് പോയില്ലെങ്കിൽ നിന്റെ ചേട്ടൻ നിന്നെ വഴക്ക് പറയത്തില്ലേ? അതുകൊണ്ട് ഈ ബോട്ടും കൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പെന്നിവൈസ് ആ ബോട്ട് അവൻ്റെ അടുത്തേക്ക് നീട്ടാണ്. അത് കാണുമ്പം അത് മേടിക്കാൻ വേണ്ടി ജോർജ് അങ്ങോട്ട് കൈയിട്ടു. എന്നാൽ പെട്ടെന്നാണ് പെന്നിവൈസിന്റെ രൂപം അങ്ങോട്ട് മാറുന്നത്. അവൻ വാ തുറക്കുമ്പം ഒരുപാട് പല്ലുകളുണ്ട് അവന്. അങ്ങനെ പെട്ടെന്ന് തന്നെ പെന്നിവൈസ് ജോർജിന്റെ കൈയിനിട്ട് കടിക്കുകയാണ്. അതോടുകൂടെ ജോർജ് പുറത്തേക്ക് തെറിച്ചു വീണു. എന്നാൽ അവന്റെ കൈ മൊത്തം അറ്റുപോയിട്ടുണ്ട്. ഈ സമയം ജോർജ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും പെന്നിവൈസ് ഉടനെ തന്നെ ജോർജ് ആ ഡ്രെയിനേജിനകത്തേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ്. എന്നാൽ ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ഈ സമയം കുറച്ച് അപ്പുറത്തൊരു വീട്ടിൽ ഒരു ലേഡി നിൽക്കുന്നുണ്ട്. നേരത്തെ ജോർജ് അവിടെ വന്ന് കുനിഞ്ഞിരിക്കുന്നൊക്കെ അവർ ശ്രദ്ധിച്ചാണ്. അതിലിപ്പോൾ അവർ നോക്കുമ്പോൾ ജോർജ് അവിടെ കാണുന്നില്ല. പകരം അവിടെ കുറെ ചോരയാണ്. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ചോര കണ്ടപ്പം അവർ വേഗം വീട്ടിനകത്തേക്ക് പോവുകയും ചെയ്തു. ഇവിടെയാണ് ഈ സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത്. ഇറ്റ്. 2017 ഇറങ്ങിയ ഈ സിനിമ ഹൊറർ സിനിമ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണ്. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. ഇനി കാണിക്കുന്നത് ഈ പട്ടണത്തിൽ തന്നെ ജീവിക്കുന്ന മറ്റൊരു പയ്യനാണ്. ഇവന്റെ പേരാണ് മൈക്ക്. അവൻ ജോലി ചെയ്യുന്നത് ആടുകളെ വളർത്തുന്ന ഒരു ഫാമിലാണ്. ഈ ചെമ്മരി ആടുകളെ അവറ്റകളെ കൊല്ലണം, അതാണ് അവന്റെ ജോലി. എന്നാൽ അവൻ ആ ജോലിയോട് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും ചീത്ത കേൾക്കുന്നത് ഇവനൊരു പതിവാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് ബില്ലിന്റെ സ്കൂളാണ്. ഇപ്പൊ സ്കൂളൊക്കെ വിട്ടു. ഇനി അങ്ങോട്ട് ഇവർക്ക് വെക്കേഷനാണ്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ. ഇനി ഇവർ ആരൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഒന്ന് ബില്ല്. പിന്നെ ഈ കണ്ണാടി വെച്ചനെ കണ്ടില്ലേ, ഇവന്റെ പേര് റിച്ചി എന്നാണ്. പിന്നെ ആ ചുരുണ്ട മുടിക്കാരനെ കണ്ടില്ലേ, അവന്റെ പേര് സ്റ്റാൻലി എന്നാണ്. ഇവനൊരു ജൂതനാണ്. പിന്നെ അവസാനം നിൽക്കുന്ന ഈ റെഡ് കളർ ബനിയനിട്ടവനെ കണ്ടില്ലേ, ഇവന്റെ പേര് എഡ്ഡി എന്നാണ്. ഇവർ 4 പേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അങ്ങനെ അവന്മാർ സ്കൂളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് ഒരു പെൺകുട്ടി കണ്ടുവരുന്നത്. ഇവളുടെ പേര് ഗ്രറ്റ എന്നാണ്. അവളിപ്പോൾ നേരെ പോകുന്നത് ബാത്റൂമിലേക്കാണ്. ചെന്ന ഉടനെ തന്നെ അവൾ ബാത്റൂമിന്റെ ഡോറിനിട്ട് ഒരൊറ്റ ചവിട്ട് കൊടുത്തു. ആ ബാത്റൂമിന്റെ അകത്തിരിക്കുന്ന പെൺകുട്ടിയുടെ പേര് ബെവേർലി എന്നാണ്. ഇവളൊരു വൃത്തികെട്ടവളാണ് എന്നാണ് എല്ലാവരും പറഞ്ഞു നടക്കുന്നത്. അങ്ങനെ ബാത്റൂമിന്റെ വാതിലിട്ട് ചവിട്ടിയതിനു ശേഷം ഈ ഗ്രറ്റ എന്ന് പറയുന്ന പെൺകുട്ടി ബെവേർലിയെ നല്ല രീതിയിൽ ചീത്തയൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല വേറൊരു പെൺകുട്ടി വന്നിട്ട് മുകളിലൂടെ വേസ്റ്റ് വെള്ളം മൊത്തം അതിനകത്തേക്ക് ഒഴിക്കുകയാണ്. തലയിൽ ബാഗ് എടുത്ത് വെച്ചതുകൊണ്ട് ബെവർലി മൊത്തത്തിൽ അങ്ങോട്ട് നനഞ്ഞില്ല. ഇതേപോലത്തെ പല സംഭവങ്ങളും ഡെയിലി നടക്കുന്നതുകൊണ്ട് ബെവർലി അത് അത്ര വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അങ്ങനെ ബില്ലും കൂട്ടരും ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി ഇനി എന്താണ് നമ്മുടെ വെക്കേഷൻ പരിപാടി എന്നതിനെക്കുറിച്ചാണ് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് കോറയിൽ കുളിക്കാൻ പോയാലോ എന്നൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഡെറി എന്ന് പറയുന്ന പട്ടണത്തിൽ കുറേ കുട്ടികളെ കാണാതായിട്ടുണ്ട്. അതുകൊണ്ട് രാത്രിയാവുമ്പം ഈ സിറ്റിയിൽ കർഫ്യൂ ആണ്. ഇപ്പോൾ അവരവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ലേഡി അവിടെ നിൽക്കുന്നുണ്ട്. അവളുടെ കൂടെ കുറച്ച് പോലീസുകാരും. ഈ സ്കൂളിൽ പഠിക്കുന്ന ബെറ്റിയുടെ അമ്മയാണത്. ഈ ബെറ്റിയെയും ഇവിടെ നിന്ന് കാണാതായിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അവളെങ്ങനെ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടോ എന്നറിയാനാണ് അമ്മ അങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ബെറ്റി എന്ന് പറയുന്ന പെൺകുട്ടി ആ സ്കൂളിലില്ല. ഈ ബെറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ആൾക്കാർ പറയുന്നത് അവൾ മരിച്ചുപോയി എന്നാണ്. എന്നാൽ ചിലർ പറയുന്നത് അവളെ കാണാതായതാണ്. എന്നാൽ അതിനെക്കുറിച്ച് പോലീസുകാർക്ക് യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല.
അങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് അവരവിടുന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് അവരുടെ കുറച്ച് സീനിയേഴ്സ് അങ്ങോട്ട് വരുന്നത്. അത് ഹെൻറിയും ഗ്യാങ്ങും ആണ്. ഈ സ്കൂളിലെ മെയിൻ ബുള്ളീസ് ആണ് ഇവന്മാർ. കുട്ടികളെ കാണുമ്പോഴൊക്കെ ഇവന്മാർ ഉപദ്രവിക്കും. ഇപ്പൊ അവന്മാർ അങ്ങോട്ട് വന്നതിന് ശേഷം ബില്ലിനെയും കൂട്ടി ഉപദ്രവിക്കാൻ തുടങ്ങി. അത് കണ്ടതും ബില്ലിന് ശരിക്കും അങ്ങോട്ട് ചൊറിഞ്ഞു വന്നു. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ ആ ഹെൻറിയുടെ അടുത്ത് വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. എന്നാൽ അത് കാണുമ്പോൾ ഹെൻറിയും വെറുതെ നിൽക്കുന്നില്ല. അവനിപ്പോൾ ബില്ലിനെ ഉപദ്രവിക്കാൻ വേണ്ടി അങ്ങോട്ട് വരുമ്പോഴാണ് ആ പോലീസുകാരൻ അവനെ നോക്കുന്നത്. ഈ പോലീസുകാരൻ ഈ ഹെൻറിയുടെ അച്ഛനാണ്. അപ്പോൾ അയാൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഹെൻറി ഇപ്പോൾ ബില്ലിനെ ഉപദ്രവിക്കുന്നില്ല. എന്തായാലും നിന്നെയൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഹെൻറിയും ടീം അവിടുന്ന് പോയി. അങ്ങനെ അവന്മാരെല്ലാം നേരെ അവരുടെ കാറിലേക്ക് ചെന്ന് കയറി. ഇത് നോക്കിക്കൊണ്ട് വളരെ ദേഷ്യത്തിൽ നിൽക്കാണ് ബില്ലും കൂട്ടരും. ഈ സമയം എഡ്ഡി പറയുന്നത് ഇവിടെയുള്ള പിള്ളേരൊന്നും കാണാതാവുന്നതല്ല, ചിലപ്പോൾ യവന്മാർ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കുന്നതാണ്. ഇനി കാണിക്കുന്നത് ബെൻ എന്ന് പറഞ്ഞൊരു പയ്യനാണ്. ഈ സ്കൂളിൽ ഇവൻ പുതിയതായിട്ട് വന്നാണ്. ഇവന് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഈ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പഠിക്കാനാണ്. അങ്ങനെ അവൻ്റെ സൈക്കിൾ എടുത്തിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് ബെവർലി അങ്ങോട്ട് വരുന്നത്. ഈ സോഷ്യൽ സ്റ്റഡീസിൽ ഇവർ രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ്. മാത്രമല്ല ഈ ബെന്നിന് ഇവളുള്ളൊരു ഇഷ്ടമുണ്ട്. ഈ സമയത്താണ് അവർ ശരിക്കൊന്ന് പരിചയപ്പെടുന്നത്. മാത്രമല്ല അവൻ്റെ ഓട്ടോഗ്രാഫ് എടുത്ത് അവളൊരു കാര്യം എഴുതി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഫ്രണ്ട്സിനൊക്കെ പിരിഞ്ഞതിന് ശേഷം ബില്ല് ഇപ്പോൾ അവൻ്റെ വീട്ടിലെത്തി. അവനിപ്പോൾ നേരെ പോകുന്നത് അവൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്ന അവരുടെ ഒരു വർക്ക്ഷോപ്പിലേക്കാണ്. അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ്റെ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയം അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒരു കാര്യം പറയാണ്. പറയുന്നത് മറ്റൊന്നുമല്ല, അവൻ്റെ അനിയനായ ജോർജിയെക്കുറിച്ചാണ്. അവനിപ്പോൾ കാണാതായിട്ട് 1 വർഷമായല്ലോ. എങ്കിലും അവൻ മരിച്ചു പോയിന്നൊന്നും ഈ ബില്ല് വിശ്വസിക്കുന്നില്ല. അവൻ ഇപ്പോഴും കാണാതായതാണ്, അവൻ എവിടെയെങ്കിലും ജീവനോടെ തന്നെ ഉണ്ടാവും എന്നാണ് ബില്ല് വിശ്വസിക്കുന്നത്. ഇപ്പോൾ അവൻ്റെ അച്ഛനെ കാണിച്ചു കൊടുക്കുന്നത് ബില്ലിനെ കാണാതായ ആ ഡ്രെയിനേജിൻ്റെ ഒരു മിനിയേച്ചറാണ്. അവനിപ്പം ഒരു ചെറിയ ടോയ് എടുത്തിട്ട് അതിലെ കുഴലിൻ്റെ അകത്തേക്ക് ഇട്ടു. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. അങ്ങനെ ആ ടോയ് കറങ്ങി തിരിഞ്ഞ് നേരെ പോകുന്നത് അവൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്കാണ്. അതായത് അവൻ ഉദ്ദേശിക്കുന്നത് ജോർജ് ഈ ഡ്രെയിനേജിൻ്റെ അകത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ എത്തിച്ചേർന്നത് ഇവിടെയുള്ള ചതുപ്പിലായിരിക്കും. അവിടെ ആരും ഇതുവരെ പരിശോധിച്ചിട്ടില്ല. നമുക്ക് അവിടേക്ക് ചെന്നൊന്ന് പരിശോധിച്ചൂടെ എന്നാണ് ബില്ലിപ്പോൾ ചോദിക്കുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ ബില്ലിൻ്റെ അച്ഛന് ശരിക്കും ദേഷ്യം വന്നു. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്തിനാണ് ഇപ്പോഴും ജോർജിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അവൻ മരിച്ചു. അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ മേല ഇതുപോലത്തെ പരിപാടിയും കൊണ്ട് വരരുത്. ആ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്തെടുത്ത് വെച്ചിട്ട് നീ പോകാൻ നോക്ക് എന്നാണ് അവൻ അച്ഛൻ പറയുന്നത്. അത് കേട്ട് അവനാണെങ്കിൽ ശരിക്കും വിഷമമായി. എങ്കിലും അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ജോർജ് ജീവനോടെ ഉണ്ടെങ്കിൽ അവൻ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് തന്നെയാണ് അവനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതേ സമയം തന്നെ മൈക്കാണെങ്കിൽ കുറച്ച് മീറ്റൊക്കെ ഡെലിവറി ചെയ്യാൻ വേണ്ടി സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ സിറ്റിയിലെത്തി അവൻ്റെ സൈക്കിൾ നിർത്തുമ്പോഴാണ് ആ ഹെൻറിയും കൂട്ടരും അവരുടെ കാറിൽ അങ്ങോട്ട് വരുന്നത്. അവന്മാർ തന്നെ കണ്ട പ്രശ്നമാണ് എന്ന കാര്യം മൈക്കിന് അറിയാം. അതുകൊണ്ട് തന്നെ അവന്മാർ കാണാതെ അവനൊരു ഇടവഴിക്കകത്തേക്ക് കയറി. ഇവിടെയാണ് അവൻ ആ മീറ്റ് ഡെലിവറി ചെയ്യേണ്ടത്. അങ്ങനെ അവൻ്റെ മീറ്റൊക്കെ എടുത്തു. ഈ സമയം ആ കടയുടെ ഡോർ അടഞ്ഞു കിടക്കുകയാണ്. അതിൽ പെട്ടെന്നാണ് ആ ഡോറിലൊരു സൗണ്ട് കേൾക്കുന്നത്. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാഴ്ച അവനെ ഞെട്ടിച്ചു കളഞ്ഞു. ആ ഡോറിന്റെ ഗ്യാപ്പിലൂടെ കുറെ കൈകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല ആ കടയ്ക്കകത്ത് ഇങ്ങനെ തീ പിടിക്കുകയാണ്. ആൾക്കാരാണെങ്കിൽ നിലവിളിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അതിനിടയിലാണ് പെട്ടെന്ന് ആ ഡോർ തുറക്കുന്നത്. ഈ സമയം അവൻ നോക്കുമ്പോൾ അവിടെ ഒരു മങ്ങിയ രൂപം കാണാം. അത് ആ പെന്നിവൈസ് ആയിരുന്നു. അവന്റെ കണ്ണിങ്ങനെ തിളങ്ങുന്നുണ്ട്. മാത്രമല്ല അവനിങ്ങനെ ബെന്നിനെ കൈ കാണിച്ചു വിളിക്കുകയാണ്. അത് കണ്ട് അവൻ ഞെട്ടി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഹെൻറിയും കൂട്ടിനും അങ്ങോട്ട് വരുന്നത്. അതോടുകൂടെ അവൻ പുറകിലേക്ക് തെറിച്ചു വീണു. ഈ സമയം ഹെൻറി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട്, നിന്നെ അല്ലട ഈ ഏരിയയിൽ കാണരുതെന്ന് പറഞ്ഞത്, വരേക്ക് വീട്ടിൽ പോകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഹെൻറി അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഈ സമയത്താണ് ആ കടയിൽ നിന്നും ആ കടക്കാരൻ പുറത്തേക്ക് വരുന്നത്. മൈക്ക് ഇപ്പോൾ അവിടെ വീണ് കിടക്കുന്ന കാണുമ്പോൾ നിനക്കിത് എന്തു പറ്റി എന്നാണ് അയാൾ മൈക്കിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. എന്നാൽ അവനാണെങ്കിൽ ഒന്നും പറയുന്നില്ല. ഇപ്പോഴും അവൻ വല്ലാണ്ട് പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. സ്റ്റാൻലി ഇപ്പം അവരുടെ വീട്ടിൽ നിൽക്കുകയാണ്. അവിടെ നിന്നിട്ട് അവരുടെ മതപരമായിട്ടുള്ള ഒരു പുസ്തകം വായിക്കുകയാണ്. എന്നാൽ അവൻ തെറ്റിച്ചാണ് എല്ലാം വായിക്കുന്നത്. ഇതെല്ലാം മുകളിൽ നിന്ന് അവൻ്റെ അച്ഛൻ കേൾക്കുന്നുണ്ട്. അച്ഛൻ പറയുന്നത്, നീ ഇപ്പോഴും ഇതൊന്നും വായിക്കാൻ പഠിച്ചില്ലേ? ഇങ്ങനെയാണെങ്കിൽ നീ എന്നെ നാണം കെടുത്തുമല്ലോ. മതി വായിച്ചത്, ആ പുസ്തകം കൊണ്ടുപോയി എടുത്തു വെക്കാൻ നോക്ക് എന്നാണ് അവൻ്റെ അച്ഛൻ പറയുന്നത്. അതിനെ തുടർന്ന് അവൻ ആ പുസ്തകമായിട്ട് അകത്തേക്ക് പോവാണ്. എന്നാൽ പോകുന്ന വഴിക്ക് അവിടെ ഒരു റൂമിലായിട്ട് ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഒരു വികൃത രൂപമുള്ള ഒരു ലേഡിയുടെ ഫോട്ടോ. അവനതിനെ പേടിയായതുകൊണ്ട് അതിനെ നടക്കുമ്പം അവൻ്റെ ഒരു ഭാഗം പൊത്തിയിട്ടാണ് നടക്കാറുള്ളത്. അതിലിപ്പോൾ അവൻ നോക്കുമ്പം ആ ഫോട്ടോ കുറച്ച് താഴ്ന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ ആ ഫോട്ടോ നേരെയാക്കി വെച്ചു. എന്നിട്ട് അവൻ ആ പുസ്തകം എടുത്തിട്ട് അവിടെയുള്ളൊരു ഷെൽഫിലേക്ക് വെക്കുകയാണ്. പെട്ടെന്നാണ് പുറകിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. അവൻ തിരിഞ്ഞു നോക്കുമ്പം ആ ഫോട്ടോ ഇപ്പോൾ താഴേക്ക് വീണു. അങ്ങനെ അവൻ വേഗം ചെന്നിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വയ്ക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയം അവൻ നോക്കുമ്പോൾ ആ ഫോട്ടോയ്ക്കകത്ത് ആ ചിത്രം ഉണ്ടായിരുന്നില്ല. ഇതെവിടെ പോയി എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ രൂപം അവൻ്റെ പുറകിൽ വരുന്നത്. അത് കണ്ടതും അവൻ പേടിച്ച് അവിടെ നിന്ന് ഓടുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ബില്ലും കൂട്ടരും ഇപ്പോൾ അവരുടെ സൈക്കിളും എടുത്തിട്ട് കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ബെന്നാണെങ്കിൽ അവിടെ ഒരു പബ്ലിക് ലൈബ്രറിക്കകത്തിരിക്കുന്നുണ്ട്. അവൻ അവിടെ ഇരുന്നിട്ട് ഒരു ഗ്രീറ്റിംഗ്സ് കാർഡിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവനത് എഴുതുന്നത് ബെവർലിയെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. അങ്ങനെ അതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബില്ലും കൂട്ടരും സൈക്കിളിൽ അതിലെ പാസ് ചെയ്യുന്നത് അവനും കാണുന്നത്. അത് കാണുമ്പം അവന് ചെറിയൊരു വിഷമമുണ്ട്. കാരണം അവൻ ഈ സിറ്റിയിൽ പുതിയതാണ്. മാത്രമല്ല അവൻ ഇതുവരെയായിട്ട് ഫ്രണ്ട്സ് ഒന്നും ആയിട്ടില്ല. അങ്ങനെ അവരൊന്നും നോക്കിയതിന് ശേഷം അവൻ അടുത്തതായിട്ട് ഒരു പുസ്തകം എടുക്കുകയാണ്.
ആ പുസ്തകത്തിൽ പറയുന്നത് ഈ ഡെറി എന്ന് പറയുന്ന പട്ടണത്തിന്റെ പഴയ ഹിസ്റ്ററിയാണ്. അവൻ അത് മറച്ചു നോക്കുന്ന സമയത്ത് 1908 ഈ സിറ്റിയിൽ നടന്ന ഒരു അപകടത്തെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അതൊരു ഫാക്ടറി പൊട്ടിത്തെറിച്ചാണ്. അതിൽ ഒരുപാട് ആൾക്കാർ മരിച്ചു. അതിലിഷ്ടം പോലെ കുട്ടികളും ഉണ്ടായിരുന്നു. അതെല്ലാം വായിക്കുമ്പോൾ അവന് ശരിക്കും പേടിയായി. അതുകൊണ്ട് തന്നെ അവൻ ആ പുസ്തകം മറച്ചു വയ്ക്കുകയാണ്. എന്നാൽ ആ പുസ്തകം മറച്ചു വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ന്യൂസ് പേപ്പർ ഇരിക്കുന്നുണ്ട്. ആ ന്യൂസ് പേപ്പറിൽ പറയുന്നത് ആ കാണാതായ ബെറ്റി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കാര്യമാണ്. കനാലിൽ വെച്ചിട്ട് ഏതൊരു ബോഡി കിട്ടി, പക്ഷെ അത് ബെറ്റിയുടേതല്ല എന്ന് കൺഫേം ചെയ്തു എന്നാണ് ആ പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത്. അവൻ അതിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് പുറകിൽ നിന്നൊരു മ്യൂസിക് കേൾക്കുന്നത്. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു ബലൂണാണ്. അതിങ്ങനെ അതിലെ പോകുന്നുണ്ട്. എന്നാൽ വേറെ ആൾക്കാർ ആ ലൈബ്രറിക്കകത്ത് ഇരിക്കുന്നുണ്ട്. ആരും തന്നെ അത് ശ്രദ്ധിക്കുന്നില്ല. ഈ സമയം ബെൻ എഴുന്നേറ്റിട്ട് ആ ബലൂണിന്റെ പുറകെ പോയി. എന്നാൽ കുറച്ച് നടന്ന് ഒരു സ്ഥലത്തെത്തുമ്പോൾ അവൻ അവിടെ ഒരു മുട്ട വെച്ചിരിക്കുന്ന കണ്ടു. അവൻ വേഗത്തിൽ ആ മുട്ടയുടെ അടുത്തേക്ക് പോയി. എന്നാൽ പിന്നെയും മുന്നോട്ട് നടക്കുമ്പോൾ വേറെയും മുട്ടകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവൻ അതിനെ ഫോളോ ചെയ്തിട്ട് ഇപ്പം ആ ബിൽഡിങ്ങിന്റെ താഴേക്ക് എത്തി. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവൻ ആ മുട്ട കയ്യിലെടുക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാഴ്ച അവനെ ഞെട്ടിച്ച് കളഞ്ഞു. ഒരാളിപ്പോൾ കുറേ മുട്ടകളുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. എന്നാൽ അയാൾക്ക് തലയുണ്ടായിരുന്നില്ല. ഇപ്പം അവനെ കണ്ടതും അയാളിപ്പോൾ ബെന്നിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അത് കണ്ടതും ബെന്നും അവിടുന്ന് ഓടാൻ തുടങ്ങി. എന്നാൽ അത് പെന്നിവൈസ് ആയിരുന്നു. അവനിപ്പോൾ വളരെ വേഗത്തിൽ ബെന്നിനെ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടി വരികയാണ്. എന്നാൽ പെന്നിവൈസ് ബെന്നിനെ പിടിക്കുമ്പോഴേക്കും ആ ലൈബ്രറിയിലെ ലേഡി അങ്ങോട്ട് വന്നു. പിന്നീട് ബെൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ചെറിയൊരു ആശ്വാസം തോന്നുമെങ്കിലും ആ പേടി അവനിൽ നിന്ന് അങ്ങോട്ട് വിട്ടു പോയിട്ടില്ല. അങ്ങനെ വേഗം തന്നെ അവൻ ആ ലൈബ്രറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ അവിടുന്ന് പോകുന്ന വഴിക്കാണ് ആ ഹെൻറിയും കൂട്ടരും വരുന്നത്. ആ ഗ്യാങ് മൊത്തത്തിൽ ഇപ്പോൾ അവനെ പിടിച്ചിട്ട് ഒരു പാലത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് അവിടെ വെച്ച് ഹെൻറി ബെന്നിനെ ശരിക്കിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയും കാണാത്തോണ്ട് അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൻറിക്കിട്ടൊരു ചവിട്ട് കൊടുക്കുകയാണ്. അതോടുകൂടെ അവൻ ആ പാലത്തിൽ നിന്ന് താഴേക്ക് വീണു. എന്നാൽ താഴേക്ക് വീണെങ്കിലും അവൻ പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. അത് കണ്ടതും ഹെൻറിയും കൂട്ടരും അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ ഓടി ബെന്നിപ്പം അവിടെയുള്ളൊരു നദിയിലെത്തി. അവനിപ്പോൾ അതിലെയാണ് മുന്നോട്ട് ഓടുന്നത്. ഇതേ സമയം തന്നെ ബില്ലും കൂട്ടരും അവിടെയുള്ള ഒരു തുരങ്കത്തിൽ നിൽക്കുകയാണ്. ഇവിടേക്കാണ് സിറ്റിയിൽ നിന്നുള്ള അഴുക്ക് വെള്ളം മൊത്തം വരുന്നത്. ബില്ലിന്റെ അനിയനായ ജോർജി ഇതിനകത്ത് പെട്ടിട്ടുണ്ടാവും എന്നാണ് ബില്ല് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ അവന്റെ ഫ്രണ്ട്സിനെയും കൊണ്ട് അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ ബില്ലിന്റെ കൂടെ ആ തുരങ്കത്തിനകത്ത് നിൽക്കുന്നത് റിച്ചിയാണ്. എന്നാൽ എഡ്ഡിയും സ്റ്റാൻലിയും തുരങ്കത്തിന്റെ പുറത്താണ് നിൽക്കുന്നത്. വളരെ വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണത്. അതുകൊണ്ട് ഞങ്ങൾ അതിനകത്തേക്കില്ല എന്നാണ് എഡ്ഡി പറയുന്നത്. അതിനിടയിലാണ് ബില്ലിനൊരു ഷൂ കിട്ടുന്നത്. അവനത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതാ കാണാതായ ബെറ്റി എന്ന് പറയുന്ന പെൺകുട്ടിയുടേതാണ്. അപ്പോൾ അവളും ഇതിനകത്ത് തന്നെ ഉണ്ടാവും എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ബെൻ അങ്ങോട്ട് വരുന്നത്. അവർ ബെന്നിനെ നോക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് ചോരയൊക്കെ വരുന്നുണ്ട്. അതിൽ നിന്നും അവനെന്തോ അപകടം പറ്റി എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ബെന്നിൻ്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ബെന്നിനെ അന്വേഷിച്ചിട്ട് ഹെൻറിയുടെ കൂടെ ഉണ്ടായിരുന്ന പാട്രിക് അങ്ങോട്ട് വന്നു. അതിലിപ്പോൾ അവൻ അങ്ങോട്ട് വരുന്ന സമയത്ത് കുട്ടികൾ ആരും അവിടെ ഇല്ല. ബെന്ന് ചിലപ്പോൾ ആ തുരങ്കത്തിനകത്തേക്കായിരിക്കും പോയിരിക്കുക എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാട്രിക്കും വേഗം ആ തുരങ്കത്തിനകത്തേക്ക് കയറാണ്. അവൻ്റെ കയ്യിൽ ഒരു ലൈറ്റർ ഉണ്ട്. മാത്രമല്ല ഒരു ഗ്യാസിന്റെ സിലിണ്ടറും. അത് ഉപയോഗിച്ച് തീ കത്തിച്ചിട്ടാണ് അവൻ ആ തുരങ്കത്തിനകത്ത് സെർച്ച് ചെയ്യുന്നത്. അങ്ങനെ അവിടെയൊക്കെ സെർച്ച് ചെയ്ത് ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് 2-3 കുട്ടികളുടെ പ്രേതം അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും പാട്രിക് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ കുറെ ഓടി ഒരു സ്ഥലത്തെത്തുമ്പോൾ പിന്നീട് അവന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അവിടെ ഡോറ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പുറകിൽ നിന്ന് അവർ വരുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവരെ അടിക്കാൻ വേണ്ടി ഒരു സാധനം കയ്യിലെടുത്തു. അതിൽ ഈ സമയം അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു ബലൂണാണ് കാണുന്നത്. ഐ ലവ് ഡെറി എന്നതിൽ എഴുതിയിട്ടുണ്ട്. അവൻ അതിലേക്ക് നോക്കുമ്പോഴാണ് പെട്ടെന്ന് അത് പൊട്ടിപ്പോകുന്നത്. അതിനകത്ത് പൊട്ടിപ്പോയി കഴിയുമ്പോൾ അതിന്റെ പുറകിലായിട്ടുണ്ടായിരുന്നത് പെന്നിവൈസ് ആണ്. പാട്രിക് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ പെന്നിവൈസ് വളരെ വേഗത്തിൽ വന്നിട്ട് പാട്രിക്കിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അതിനെ തുടർന്ന് കേൾക്കുന്നത് പാട്രിക്കിന്റെ നിലവിളി മാത്രം. ഈ സമയമാകുമ്പോഴേക്കും കുട്ടികളാണെങ്കിൽ ബെന്നിനെയും കൊണ്ട് നേരെ സിറ്റിയിലേക്ക് എത്തി. ഇപ്പൊ റിച്ചിയെ ബെന്നിന്റെ അടുത്ത് ഇരുത്തിയിട്ട് ബാക്കി എല്ലാവരും ബെന്നിന്റെ മുറിവൊക്കെ കെട്ടാനുള്ള ബാൻഡേജ് വാങ്ങാൻ വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റിന്റെ അകത്തേക്ക് പോവാണ്. എന്നിട്ട് സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു. എന്നാൽ അവരുടെ കയ്യിൽ പൈസ തികയത്തില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ബെവർലി അങ്ങോട്ട് വരുന്നത്. ഈ ബെവർലിനെ ചെറുപ്പം മുതൽക്ക് തന്നെ ബില്ലിന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ബെവർലി അങ്ങോട്ട് വരുമ്പോൾ നിന്റെ കയ്യിൽ കാശ് വല്ലതുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ ബെവർലിയുടെ കയ്യിലും കാശില്ല. പക്ഷെ അവള് പറയുന്നത് കാശില്ലാത്തതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ അവിടുന്ന് സ്കൂട്ടാക്കേണ്ട കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് ബെവർലി നേരെ ആ കടയിൽ ആളുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് അവളിപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് ഡൈവേർട്ട് ചെയ്തു. ഈ ഒരു അവസരത്തിൽ കുട്ടികളാണെങ്കിൽ സാധനം എടുത്തിട്ട് ആ കടയിൽ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം കുട്ടികൾ ചെന്ന് ബെന്നിന് ആ ബാൻഡേജ് ഒട്ടിച്ചു കൊടുത്തു. ഈ സമയമാകുമ്പോഴേക്കും ബെവർലി അങ്ങോട്ട് എത്തി. അവരിപ്പോൾ അവളുടെ അടുത്ത് പറയുന്നത് നാളത്തെ അവരുടെ പ്രോഗ്രാമിനെ കുറിച്ചാണ്. അതായത് നാളെ അവർ അവിടുത്തെ ഒരു കോറയിൽ കുളിക്കാൻ പോകുന്നുണ്ട്, നീയും വരുന്നുണ്ടോ എന്നാണ് ബില്ല് ചോദിക്കുന്നത്. പിന്നെന്താ ഞാനും വന്നേക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ബെവർലി ഇപ്പോൾ അവളുടെ വീട്ടിലേക്ക് എത്തി. വീട്ടിനകത്തേക്ക് കയറി കഴിയുമ്പം അവൾ പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെയാണ് നടക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, അവൾക്ക് അവളുടെ അച്ഛനെ ഭയങ്കര പേടിയാണ്. അവളുടെ അച്ഛൻ ഒരു വൃത്തികെട്ട രീതിയിലാണ് അവളുടെ അടുത്ത് പെരുമാറുന്നത്. അതുകൊണ്ട് പുള്ളി കാണാതിരിക്കാനാണ് അവൾ പതുക്കെ നടക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് അവളുടെ അച്ഛൻ അവളുടെ അടുത്തേക്ക് വരുന്നത്.
അയാളിപ്പം ഒരു വൃത്തികെട്ട രീതിയിൽ അവളുടെ മുടിയിലൊക്കെ ഇങ്ങനെ തൊടുകയാണ്. മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവൾ അതിന് നിന്നു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അച്ഛൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ബെവർലി നേരെ ബാത്റൂമിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അയാൾ തൊട്ട ആ മുടി മൊത്തം അങ്ങോട്ട് വെട്ടിക്കളയാണ്. വളരെ സങ്കടത്തോടെയാണ് അവൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി കുട്ടികളെല്ലാവരും ആ കോറയിൽ കുളിക്കുകയാണ്. അവരുടെ കൂടെ ബെവർലി വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയത്ത് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരിപ്പോൾ കരയിലേക്ക് കയറിയിരുന്നു. ഈ സമയത്താണ് ബെന്നിന്റെ ബാഗിൽ നിന്നും അവൻ എഴുതിയ ഗ്രീറ്റിംഗ് കാർഡ് റിച്ചിയുടെ കയ്യിൽ കിട്ടുന്നത്. ഇതെന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ബെൻ അത് മേടിച്ചു വയ്ക്കുകയും ചെയ്തു. അടുത്തതായിട്ട് റിച്ചി അവന്റെ ബാഗ് വെക്കുമ്പോൾ അത് അവന്റെ റിസർച്ചും കാര്യങ്ങളൊക്കെയാണ്. ഇതെന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ ബെൻ അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. ഈ ഡെറി എന്ന് പറഞ്ഞ പട്ടണത്തിൽ പണ്ട് കാലത്ത് ചില പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ആ ഫയലിനകത്തുള്ളത് എന്നാണ് ബെൻ പറയുന്നത്. അവരതിൽ ചെക്ക് ചെയ്യുമ്പോൾ അതിലൊരു ക്ലബിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഏതോ ഒരു വംശീയ സംഘടന കത്തിച്ചു കളഞ്ഞാണ് എന്നാണ് അതിൽ പറയുന്നത്. പിന്നെ ആ ഫയലിൽ ഉണ്ടായിരുന്നത് ഈ പട്ടണത്തിൽ നടന്ന കൊലപാതകങ്ങളെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഇത്ര കൊലപാതകങ്ങളൊക്കെ ഇവിടെ നടന്നെന്ന് അവർ ചോദിക്കുമ്പോൾ ബെൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ തുടങ്ങി. ഈ ഡെറി എന്ന് പറഞ്ഞ പട്ടണം ഞാൻ ഇതിനു മുമ്പ് താമസിച്ചിരുന്ന ഒരു സിറ്റിയെ പോലെയല്ല. ഇവിടുത്തെ പഠനത്തിൽ കണ്ടെത്തിയത് ആൾക്കാർ മരിക്കുകയോ കാണാതാവുകയോ ചെയ്യുന്നത് മറ്റു പല സ്ഥലങ്ങളെക്കാളും ഒരുപാട് കൂടുതലാണ് ഇവിടെ. അതിൽ കുട്ടികൾ കാണാതായ സംഭവമാണ് എല്ലാവരെയും ശരിക്കും അതിശയിപ്പിക്കുന്നത്. അത്രമാത്രം കുട്ടികളെ പണ്ട് മുതൽക്കേ ഇവിടുന്ന് കാണാതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കുറേ കൂടെ ഡീറ്റെയിൽസ് എൻ്റെ വീട്ടിലുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വന്നാൽ ഞാൻ കാണിച്ചു തരാം എന്നാണ് ബെൻ പറയുന്നത്. കുട്ടികളാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ഉടനെ തന്നെ വേഗം ബെന്നിൻ്റെ വീട്ടിലേക്ക് പോവാണ്. എല്ലാവരും സൈക്കിൾ വെച്ച് ബെന്നിൻ്റെ വീട്ടിൻ്റെ അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് പുറത്തായിട്ട് ഒരു ലേഡി വന്ന് നിൽക്കുന്നുണ്ട്. അവരിപ്പം അവിടുത്തെ പോസ്റ്റലായിട്ട് ഒരു ചിത്രം ഒട്ടിക്കുകയാണ്. അതിൽ എഴുതിയിരിക്കുന്നത് ആ പാട്രിക്കിനെ കാണാതായ കാര്യമാണ്. അങ്ങനെ കുട്ടികളെല്ലാവരും ബെന്നിൻ്റെ വീട്ടിലേക്ക് എത്തി. അവിടുത്തെ കാഴ്ച അവർ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഈ ഡെറിയെക്കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും ആ വീടിൻ്റെ ചുമരിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. സിനിമയിലല്ലാതെ ഇതുപോലൊരു കാഴ്ച അവർ ആദ്യമായിട്ട് കാണുകയാണ്. കുട്ടികളെല്ലാവരും അത് നോക്കി നിൽക്കുമ്പോൾ ഈ പട്ടണത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ കൂടെ ബെൻ ഇപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇതാദ്യം വളരെ ചെറിയൊരു സ്ഥലമായിരുന്നു, ഇത് സിറ്റി ആക്കണം എന്നായിരുന്നു എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് 91 പേര് മുൻകൈ എടുത്ത് ഒരു അവകാശപത്രമൊക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് ഡെറി എന്ന് പറഞ്ഞ ഈ പട്ടണം ഉണ്ടായത്. എന്നാൽ ആ അവകാശപത്രമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഒരു ശൈത്യകാലത്ത് ഈ 91 പേരും അപ്രത്യക്ഷമായി. അവരെക്കുറിച്ച് പിന്നീട് ഒരു തുമ്പ് പോലും കിട്ടിയില്ല. റെഡ് ഇന്ത്യൻസ് ആണ് ഇതിന്റെ പുറകിൽ എന്നൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു. പക്ഷെ അവർ ആ 91 പേരെ അറ്റാക്ക് ചെയ്തതിന്റെ യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വിചാരിച്ചത് ചിലപ്പോൾ എന്തെങ്കിലും അസുഖം വന്നിട്ട് എല്ലാവരും മരിച്ചു പോയതായിരിക്കുന്നതാണ്. പക്ഷെ അതിനും ഒരു തെളിവുമില്ല. ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും പെട്ടെന്ന് അപ്രത്യക്ഷമായി. അവിടെ വെൽ ഹൗസ് എന്ന് പേരുള്ള ഒരു വീടുണ്ട്. ഈ 91 പേരെക്കുറിച്ച് എല്ലാവരും സെർച്ച് ചെയ്തപ്പോൾ ആ വെൽ ഹൗസിലേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന കുറെ വസ്ത്രങ്ങൾ അവർ കണ്ടു. ആ വസ്ത്രങ്ങളിലൊക്കെ ചോരയായിരുന്നു. അതുമാത്രമാണ് ഇവർക്ക് ആകെ കിട്ടിയൊരു സൂചന. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആ സിറ്റിയെക്കുറിച്ച് ബെൻ ഇപ്പോൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ആ ഡിസ്കഷന് ശേഷം കുട്ടികളെല്ലാവരും ബെന്നിൻ്റെ വീട്ടിൽ നിന്ന് പിരിഞ്ഞു. ഇപ്പം എഡ്ഡി അവൻ്റെ വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നടന്ന് അവനിപ്പം പഴയൊരു വീടിന് മുമ്പിലെത്തി. അത് മൊത്തം നശിച്ചു പോയിരിക്കുന്നൊരു വീടാണ്. അവൻ അതിൻ്റെ മുമ്പിൽ എത്തിക്കഴിയുമ്പോഴാണ് പെട്ടെന്ന് അതിൻ്റെ ഡോറ് തുറക്കുന്നത്. മാത്രമല്ല അതിനകത്തുനിന്നൊരു ശബ്ദവും കേട്ടു. ആരോ എഡ്ഡിന്ന് വിളിക്കുകയാണ്. അത് കേട്ടതും അവന് ശരിക്കും പേടിയായി. അതുകൊണ്ട് അവൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോഴാണ് അവൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ ഗുളികകളൊക്കെ താഴേക്ക് വീഴുന്നത്. അത് വീണ് കഴിഞ്ഞപ്പം അവൻ അത് എടുക്കാൻ വേണ്ടി താഴേക്ക് ഇരുന്നു. എന്നാൽ ഈ സമയത്താണ് ഒരു ഭീകര രൂപം അവൻ്റെ അടുത്തേക്ക് വരുന്നത്. അത് കണ്ടതും അവൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ അവൻ നേരെ ഓടുന്നത് ആ പഴയ വീട്ടുവളപ്പിലേക്കാണ്. ഈ സമയം ആ രൂപം അവൻ്റെ പുറകെ വരുന്നുണ്ട്. അങ്ങനെ കുറെ ഓടി അവൻ ആ വീടിൻ്റെ പുറകുഭാഗത്തെത്തി. ഈ സമയം അവൻ നോക്കുമ്പോൾ കുറെ ബലൂണുകളാണ് കാണുന്നത്. അത് പിടിച്ചു നിൽക്കുന്നത് ആ പെന്നിവൈസ് ആണ്. ഇപ്പൊ എഡ്ഡിയെ കാണുമ്പോൾ പെന്നിവൈസ് പറയുന്നത്, നീ എങ്ങോട്ടാണ് എഡ്ഡി പോകുന്നത്? നിനക്ക് എൻ്റെ കൂടെ കൂടിക്കൂടെ? എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. നീ എൻ്റെ കൂടെ കൂടിയാ നിനക്ക് ഇവിടേക്ക് ഇങ്ങനെ ഒഴുകി നടക്കാം എന്നൊക്കെയാണ് പെന്നിവൈസ് പറയുന്നത്. അത് പറഞ്ഞതിന് ശേഷം പെന്നിവൈസ് ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട് എഡ്ഡിക്കാണെങ്കിൽ ശരിക്കും പേടിയാവുന്നുണ്ട്. അവൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് തിരിഞ്ഞോടുകയാണ്. അതിൽ പെട്ടെന്നാണ് ആ ബലൂണുകൾ പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. അവൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പെന്നിവൈസിനെ അവിടെ കാണുന്നില്ല. ഇതേ സമയം തന്നെ ബെവർലി ഇപ്പോൾ അവളുടെ വീട്ടിലെത്തി. അവളിപ്പോൾ നേരെ പോകുന്ന ബാത്റൂമിലേക്കാണ്. ഇപ്പൊ ബെന്നിന്റെ വീട്ടിൽ നിന്നും ആ ഗ്രീറ്റിംഗ് കാർഡ് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അവളിപ്പം അവളുടെ ബാത്ടബിലേക്ക് ഇരുന്നിട്ട് ആ ഗ്രീറ്റിംഗ് കാർഡിൽ എഴുതിയതൊക്കെ വായിച്ചു നോക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് വാഷ് ബേസിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നത്. അത് കുട്ടികളുടെ ശബ്ദമാണ്. ഈ വാഷ് ബേസിൽ കൂടെ ഒക്കെ പോകുന്ന വെള്ളം നേരെ ആ ഡ്രെയിനേജിലേക്കാണ് എത്തിപ്പെടുന്നത്. ആ കുട്ടികളുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ അവൾ അതിലേക്ക് തലയിട്ട് നോക്കി. എന്നാൽ ആരെയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ആ വാഷ് ബേസിന്റെ അകത്തേക്ക് ഇടാണ്. എന്നാൽ പിന്നീട് അത് തിരിച്ചു വലിച്ചെടുക്കുമ്പോൾ അതിനറ്റത്ത് ചോരയുണ്ട്. മാത്രമല്ല കുറെ മുടിയും അതിലിങ്ങനെ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അവളത് വലിച്ചെടുക്കുമ്പോഴാണ് പെട്ടെന്ന് ആ മുടി ഇങ്ങനെ നീണ്ടു വന്നിട്ട് അവളുടെ ശരീരത്തിൽ കയറി പിടിക്കുന്നത്. ആ മുടി മൊത്തം അവളിങ്ങനെ ചുറ്റി വരിഞ്ഞിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാനും പറ്റുന്നില്ല. അവളിങ്ങനെ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ആ വാഷ് ബേസിൽ നിന്ന് ചോര പുറത്തേക്ക് വരുന്നത്. ഒരുപാടുണ്ടായിരുന്നു അത്. അതിപ്പോൾ ആ റൂം മൊത്തം സ്പ്രെഡായി. അതോടുകൂടെ ബെവർലി ആണെങ്കിൽ പുറകിലേക്ക് തെറിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ആ ചോര വരുന്നൊക്കെ നിന്നു. ഈ സമയത്താണ് ശബ്ദം കേട്ട് അവളുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നത്. പക്ഷെ അയാൾക്ക് അവിടെ ചോരയൊന്നും കാണാൻ പറ്റുന്നില്ല. നീ എന്തിനാണ് നിലവിളിച്ചത് എന്നാണ് അയാൾ ചോദിക്കുന്നത്.
അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ ചോരയൊന്നും കാണുന്നില്ലേ എന്നാണ് അവൾ തിരിച്ചു ചോദിക്കുന്നത്. ഈ സമയം അയാൾ അവളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അയാൾ പറയുന്നത്, നീ എന്തെന്തെങ്കിലും കണ്ട് പേടിച്ചാണോ? നിന്റെ മുടി എന്തെങ്ങനെ ഇരിക്കുന്നത്? നിന്നോട് ആര് പറഞ്ഞത് വെട്ടിക്കളയാൻ? നിന്നെ കണ്ടപ്പോൾ ആൺകുട്ടിയെ പോലെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. എന്നാൽ ഈ സമയവും അവളാണെങ്കിൽ വല്ലാണ്ട് പേടിച്ചാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ബില്ലിപ്പം അവൻ്റെ വീട്ടിലിരിക്കുകയാണ്. ജോർജിയുടെ ഒരു കളിപ്പാട്ടം അവൻ കയ്യിലെടുത്തിട്ടുണ്ട്. അത് കാണുമ്പം അവന് വല്ലാത്തൊരു സങ്കടമാണ്. ഈ സമയത്താണ് കുറച്ചപ്പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നത്. ഒരു സംശയം തോന്നുന്ന അവൻ ആ ശബ്ദത്തിന് പുറകെ പോവാണ്. അങ്ങനെ അവൻ നേരെ എത്തിച്ചേരുന്നത് താഴെയുള്ളവരുടെ നിലവറയ്ക്കകത്തേക്കാണ്. അവിടെ മൊത്തം വെള്ളം തളം കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഈ സമയം അവൻ നോക്കുമ്പോൾ ജോർജി അവിടെ നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ബില്ലിന് ശരിക്കും അത്ഭുതമായി. ജോർജി ആണെങ്കിൽ വളരെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. അവനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ വഴക്ക് പറയില്ലേ ചേട്ടാ, എൻ്റെ ആ ബോട്ട് നഷ്ടപ്പെട്ടു, അത് അവിടെ നിന്ന് ഒഴുകി പോവായിരുന്നു. നിനക്കും എൻ്റെ അടുത്തേക്ക് വന്നൂടെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒഴുകി നടക്കാം എന്നൊക്കെയാണ് ജോർജ് പറയുന്നത്. എന്നാൽ ജോർജ് ഇത് പറഞ്ഞു കഴിഞ്ഞതും പെട്ടെന്ന് അവൻ്റെ രൂപം മാറി. ഇതെല്ലാം പെന്നിവൈസിന്റെ പണിയാണ്. അവനിപ്പോൾ പതുക്കെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നു. അതിനുശേഷം വളരെ വേഗത്തിൽ ബില്ലിനെ പിടിക്കാൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. എന്നാൽ അപ്പോഴേക്കും ബില്ലാണെങ്കിൽ മുകളിലേക്ക് കയറി പോവുകയും ചെയ്തു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടുത്തെ വാതിലടക്കുകയാണ്. അത് കണ്ടതും പെന്നിവൈസ് ആണെങ്കിൽ തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസമായി ബെവേർലി ഇപ്പോൾ കുട്ടികളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവളിപ്പോൾ പറയുന്നത്, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവളിപ്പം കുട്ടികളെയും കൊണ്ട് അവളുടെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അവൾ ബാത്റൂം തുറന്നിട്ട് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവളുടെ അച്ഛന് അവിടെ ബ്ലഡ് ഉള്ളത് കാണാൻ പറ്റിയിട്ടില്ല, എന്നാൽ കുട്ടികൾക്ക് അവിടെ ബ്ലഡ് ഉള്ളത് കാണാൻ പറ്റുന്നുണ്ട്. അത് കണ്ട് അവർ ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനെ ഉടനെ തന്നെ എല്ലാവരും ചേർന്ന് ആ ബാത്റൂം മൊത്തം ക്ലീൻ ചെയ്യുകയാണ്. അങ്ങനെ ആ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ബെവേർലിയും ബില്ലും ഇപ്പോൾ ആ ബാത്റൂമിൻ്റെ അകത്ത് നിൽക്കുകയാണ്. ഈ സമയത്താണ് ബെവേർലി ഇപ്പോൾ ബില്ലിൻ്റെ അടുത്തൊരു കാര്യം പറയുന്നത്. ഈ നാട്ടുകാർ എന്നെക്കുറിച്ച് പല വൃത്തികളും പറഞ്ഞു നടക്കുന്നുണ്ട്, പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല ബിൽ. നമ്മൾ ചെറുപ്പത്തിൽ ഒരു നാടകം കളിച്ച് നീ ഓർക്കുന്നില്ലേ? അന്ന് നീ എനിക്കൊരു കിസ് തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് എനിക്ക് ആകെ കിട്ടിയത് ആ ഒരു കിസ് മാത്രമാണ്. എന്നെ സംബന്ധിച്ച് അത് വളരെ മനോഹരമായിരുന്നു എന്നാണ് അവളിപ്പോൾ അവൻ്റെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ, നിന്നെക്കുറിച്ച് ഞങ്ങളുടെ ടീമിലുള്ള ആരും ഒരു വൃത്തിയോടും വിചാരിക്കുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ ടീമിലുള്ള ഒരാളായിട്ട് തന്നെയാണ് നിന്നെ ഞങ്ങൾ എല്ലാവരും കണ്ടിരിക്കുന്നത് എന്നാണ് ബില്ല് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമായി. അങ്ങനെ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം എല്ലാവരും ഇപ്പം അവർക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ്. അതിൽ നിന്നും എല്ലാവരുടെയും മുന്നിൽ ആ കോമാളി വന്നിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. എന്നാൽ ഈ സമയത്താണ് റിച്ചി ഒരു കാര്യം പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു കോമാളിയെ കണ്ടിട്ടില്ലല്ലോ, അതെന്തുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വരാതിരുന്നത് എന്നാണ് അവൻ്റെ ചോദ്യം. ഈ സമയത്താണ് അവർ മറ്റൊരു കാര്യം കാണുന്നത്. കുറച്ച് അപ്പുറത്തായിട്ട് ആ മൈക്കിന്റെ സൈക്കിൾ മറിഞ്ഞു കിടക്കുന്നുണ്ട്. അവൻ്റെ അടുത്തായിട്ട് ആ ഹെൻറിയുടെ കാർ നിൽക്കുന്നുണ്ട്. അതിൽ നിന്നും ഹെൻറിയും ടീമും ആ മൈക്കിനെ പിടിച്ചു എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. ഇതേ സമയം തന്നെ ഹെൻറിയും ടീമും മൈക്കിനെ വല്ലാണ്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മൈക്ക് ഒരു കാര്യം കാണുന്നത്. അത് പെന്നിവൈസ് ആയിരുന്നു. അതിന്റെ കയ്യിൽ ഒരു കുട്ടിയുടെ കൈയും ഉണ്ട്. എന്നാൽ ബാക്കി ആരും അത് കാണുന്നില്ല. അവരിപ്പോഴും മൈക്കിനെ വല്ലാണ്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് കുട്ടികളെല്ലാവരും അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും മൈക്ക് വേഗം എഴുന്നേറ്റിട്ട് കുട്ടികളുടെ അടുത്തേക്ക് പോയി. അങ്ങനെ കുട്ടികൾ ഉടനെ തന്നെ അവിടെ കിടക്കുന്ന കല്ലുകൾ എടുത്തിട്ട് ഹെൻറിക്കും ടീമിന് നേരെ എറിയാൻ തുടങ്ങി. അവരും തിരിച്ചെറിയുന്നുണ്ട്. എന്നാൽ കുറേ കുട്ടികളുണ്ടല്ലോ, അവരുടെ മുന്നിൽ ഹെൻറിക്കും ടീമിനും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ അവന്മാരെയൊക്കെ എറിഞ്ഞു ഓടിച്ചതിന് ശേഷം കുട്ടികളെല്ലാവരും തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം മൈക്കും ഇപ്പോൾ അവരുടെ ടീമിലേക്കായി. ഈ മൈക്കിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതായത് ഇവൻ ഇവിടുത്തെ ഒരു വരുത്തനാണ്. അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെയാണ് അവൻ ഇങ്ങോട്ട് വന്നത്. എന്നാൽ അവിടെ ഒരു തീപിടുത്തം ഉണ്ടായി. അതിൽപ്പെട്ട് അവൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് അന്ന് അവൻ ആ മീറ്റ് വിൽക്കാൻ ചെന്ന സമയത്ത് അവിടെ ആ തീപിടുത്തം ഉണ്ടായതുപോലെ അവന് ഫീൽ ചെയ്തത്. മാത്രമല്ല ഇവൻ്റെ ഈ ഹിസ്റ്ററി അറിയാവുന്നതുകൊണ്ട് പെന്നിവൈസ് അത് അവന് കാണിച്ചു കൊടുത്താണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം കുട്ടികളെല്ലാവരും ഇപ്പോൾ സിറ്റിയിലേക്ക് എത്തി. ബെൻ ആണെങ്കിൽ അവൻ നടത്തിയ റിസർച്ചിൽ നിന്നും ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട്. അത് അവനിപ്പം കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് 1908 ഇവിടുത്തെ ആ ഫാക്ടറി പൊട്ടിത്തെറിച്ചത്. അതിനുശേഷം 1935 മറ്റൊരു സംഭവം അവിടെ നടക്കുന്നത്. പിന്നെ 1962 അവിടുത്തെ നൈറ്റ് ക്ലബ്ബ് കത്തിപ്പോയി. ഇതിൽ നിന്നൊക്കെ 27 വർഷങ്ങൾ കൂടുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു കാര്യമാണ് ബെന്നിപ്പോൾ അവരുടെ അടുത്ത് പറയുന്നത്. അവൻ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ശരിയാണ് എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ അടുത്തായിട്ട് അവർ നേരെ പോകുന്നത് ബില്ലിന്റെ അച്ഛൻ്റെ ആ വർക്ക്ഷോപ്പിലേക്കാണ്. അവിടെ വെച്ച് ഈ ഡെറി എന്ന് പറയുന്ന പട്ടണത്തിന്റെ ഹിസ്റ്ററി മൊത്തം അവർ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവരുടെ കയ്യിൽ ഈ പട്ടണത്തിന് ഒരു മാപ്പ് ഉണ്ട്. ഒരു പ്രൊജക്ടർ വെച്ച് ആ മാപ്പാണ് അവരിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. അതിൽ നിന്നും ഈ സിറ്റിയിൽ നടന്ന സംഭവങ്ങളൊക്കെ ആ വെൽ ഹൗസ് എന്ന് പറയുന്ന വീടുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. നേരത്തെ എഡ്ഡി സിറ്റിയിലൂടെ നടന്നപ്പം ഒരു പഴയ വീട് കണ്ടിട്ടില്ലായിരുന്നു, അതാണ് ഈ വെൽ ഹൗസ്. അങ്ങനെ ആ പ്രൊജക്ടറിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നത്. അതിലിപ്പം ബില്ലിയുടെ ഫാമിലി ഫോട്ടോ ആണ് വരുന്നത്. അതിലിപ്പോൾ അവൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് ആ പെന്നിവൈസ് ആണ്. അത് കണ്ട് എല്ലാവർക്കും ശരിക്കും പേടിയായി. പെട്ടെന്നാണ് പെന്നിവൈസ് ആ സ്ക്രീനിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത്. അത് കണ്ടതും എല്ലാവരും വേഗം തന്നെ ആ വർക്ക്ഷോപ്പിന്റെ ഷട്ടർ അങ്ങോട്ട് തുറക്കുകയാണ്. അതോടുകൂടെ അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഈ സമയം എഡ്ഡി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോൾ നമ്മൾ എല്ലാവരെയും കണ്ടു, അതുകൊണ്ട് ഉറപ്പായിട്ട് അത് നമ്മുടെ പുറകെ വരും എന്നാണ് എഡ്ഡി പറയുന്നത്.
അതേക്കുമ്പം അത് നമ്മുടെ പുറകെയല്ല വരുന്നത്, നമ്മൾ അതിന്റെ പുറകെയാണ് പോകേണ്ടത്. ഉറപ്പായിട്ടും അത് ആ വെൽ ഹൗസിനകത്തുണ്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. എന്നാൽ അവൻ ആ വീട്ടിന്റെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും പിള്ളേരെല്ലാം അങ്ങോട്ട് എത്തി. അരുത്, അങ്ങോട്ട് പോകരുത് എന്നൊക്കെ കുട്ടികൾ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ അത് കേൾക്കുന്ന അവൻ പറയുന്നത് ജോർജ് ഇതിനകത്തുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവനില്ലാത്ത എൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനെക്കാട്ടും നല്ലത് ഞാൻ ഇതിനകത്തേക്ക് പോകുന്നതാണ് എന്നാണ് അവൻ പറയുന്നത്. അവനങ്ങനെ നിർബന്ധം പിടിക്കുന്ന കാണുമ്പം അവരും അവൻ്റെ കൂടെ വരാമെന്ന് സമ്മതിക്കുന്നു. എന്നിട്ട് അവരിപ്പം 3 പേരാണ് ആ വീട്ടിനകത്തേക്ക് പോകുന്നത്. എന്നാൽ വീട്ടിനകത്തേക്ക് ചെന്ന് കഴിയുമ്പം അവർ തീരെ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ റിച്ചി നോക്കുമ്പം അവൻ അവിടെ നിന്നൊരു നോട്ടീസ് കിട്ടി. അതിനകത്ത് അവനെ കാണുന്നില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് കാണുമ്പം അവന് ശരിക്കും പേടിയായി. ഞാനിവിടെ ഉണ്ടല്ലോ, പിന്നെ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നോട്ടീസ് എന്നാണ് അവൻ ചോദിക്കുന്നത്. അതേക്കുന്ന ബില്ല് പറയുന്നത്, നീ എന്തിനാണ് റിച്ചി ഇങ്ങനെ പേടിക്കുന്നത്? നീ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇത് നിന്നെ കബളിപ്പിക്കാൻ വേണ്ടി ആ കോമാളി ചെയ്യുന്നതാണ് എന്നാണ് ബില്ല് പറയുന്നത്. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് മുകളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. അതിനെ തുടർന്ന് അവരിപ്പോൾ മുകളിലേക്ക് പോവാണ്. എന്നാൽ മുകളിലേക്ക് കയറി കഴിയുമ്പോൾ റിച്ചിയും ബില്ലും ഒരു റൂമിനകത്ത് ലോക്കായി. എഡ്ഡി ഇപ്പോൾ പുറത്താണുള്ളത്. അവൻ അവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. ഈ സമയം ബില്ലിനാണെങ്കിൽ അവിടുത്തെ വാതിലും തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് എഡ്ഡി അവിടെ നിന്ന് ഓടുമ്പോഴാണ് അവൻ നിൽക്കുന്ന ആ ഫ്ലോറിന്റെ ഒരു ഭാഗം മൊത്തം പൊളിഞ്ഞു പോകുന്നത്. ഇപ്പൊ അവന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ നേരത്തെ കണ്ട ആ ഭീകര രൂപം അവൻ്റെ അടുത്തേക്ക് വരുന്നത്. അതിനെ കണ്ടതും അവനിപ്പോൾ അവിടെ നിന്ന് താഴേക്ക് വീണു പോവാണ്. ഇതേസമയം ബില്ലും റിച്ചിയും ആ റൂമിൽ തന്നെ നിൽക്കുകയാണ്. അതിനിടയിലാണ് വേറൊരു ശബ്ദം കേൾക്കുന്നത്. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് റിച്ചി പോകുമ്പോൾ അവനിപ്പോൾ മറ്റൊരു റൂമിനകത്ത് ലോക്കായി. അതിനകത്ത് നിറയെ പാവകളായിരുന്നു. നല്ല പേടിപ്പിക്കുന്ന രൂപത്തിലാണ് ആ പാവകളൊക്കെ നിൽക്കുന്നത്. അവറ്റകളെ കണ്ട് അവനിങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെയുള്ള ഒരു പെട്ടിക്കകത്തു നിന്നും പെന്നിവൈസ് പുറത്തേക്ക് ചാടുന്നത്. അത് കണ്ട് റിച്ചി ആണെങ്കിൽ ശരിക്കും പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ വളരെ വേഗത്തിൽ പെന്നിവൈസ് അവനെ പിടിക്കാൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. എന്നാൽ അവനെ പിടിക്കുമ്പോഴേക്കും ബില്ലി വേഗം തന്നെ വാതിൽ തുറന്നിട്ട് റിച്ചിയെ വെളിയിലേക്ക് ഇറക്കുകയാണ്. അങ്ങനെ പെന്നിവൈസ് ഇപ്പോൾ അടുത്തതായിട്ട് പോകുന്നത് എഡ്ഡിയുടെ അടുത്തേക്കാണ്. അവനിപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ പെന്നിവൈസ് അങ്ങോട്ട് വന്ന് എഡ്ഡിയെ പിടിച്ചു. അവനാണെങ്കിൽ പേടിച്ചിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ബില്ലും റിച്ചിയും അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും പെന്നിവൈസ് ഇപ്പോൾ അവന്മാരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ വേഗത്തിൽ അവന്മാരുടെ അടുത്തേക്ക് പോവാണ്. എന്നാൽ പെട്ടെന്നാണ് ബെവർലി അങ്ങോട്ട് കയറി വന്നിട്ട് ഒരു കമ്പി വെച്ച് പെന്നിവൈസിന്റെ മോന്തക്കിട്ടൊരു കുത്തു കൊടുക്കുന്നത്. ആ കമ്പി ഇപ്പം പെന്നിവൈസിന്റെ തലക്കകത്തുകൂടെ തുളഞ്ഞു പോകുന്നുണ്ട്. എങ്കിലും അവനൊന്നും പറ്റിയിട്ടില്ല. അവൻ ഉടനെ തന്നെ ആ വീടിന്റെ അകത്തേക്ക് കയറി പോവാണ്. എന്നാൽ അവനകത്തേക്ക് പോയെങ്കിലും ബില്ല് അവനെ വിടുന്നില്ല. ബില്ലും അവന്റെ പുറകെ പോവാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ പെന്നിവൈസ് അവിടെയുള്ള ഒരു കിണറിന്റെ അകത്തേക്ക് പോകുന്നതാണ് ബില്ലിപ്പോൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് അവൻ്റെ താവളം എന്ന കാര്യം ബില്ലിന് മനസ്സിലായി. അങ്ങനെ എല്ലാവരും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് എഡ്ഡിയുടെ അമ്മ ഇങ്ങോട്ട് വരുന്നത്. എഡ്ഡിയുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മ ഇപ്പം അവരുടെ അടുത്ത് വല്ലാണ്ട് ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ കാരണമാണ് ഇവൻ ഇങ്ങനെ സംഭവിച്ചത്. ഇനി മേലെ ഇവനെ അന്വേഷിച്ച് അങ്ങോട്ട് വന്നേക്കരുത് എന്ന് പറഞ്ഞിട്ട് എഡ്ഡിയുടെ അമ്മ അവനെയും കൊണ്ട് വേഗം അവരുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവനെ അവർ കൊണ്ടുപോയെങ്കിലും ബില്ല് പറയുന്നത് നമുക്ക് ഇനി ആ വീട്ടിലേക്ക് പോയി നോക്കണമെന്നാണ്. എന്നാൽ ബെവർലി ഒഴികെ ബാക്കി ആരും അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. മാത്രമല്ല റിച്ചി ഇപ്പം ബില്ലുമായിട്ട് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബില്ലിന്റെ അനിയനെ കുറിച്ചാണ് റിച്ചി ഇപ്പം ഇങ്ങനെ പറയുന്നത്. അവൻ എന്തായാലും മരിച്ചു, ഇനി എന്തിനാണ് നമ്മൾ ഇതിന്റെ പുറകെ പോകുന്നത്? ഞങ്ങളെയും കൂടെ നീ കൊലയ്ക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് റിച്ചി ഇപ്പം അവൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്. അത് കേൾക്കുമ്പോൾ ബില്ലിന് ശരിക്കും ദേഷ്യം വന്നു. അവൻ റിച്ചിയുടെ മൂന്തക്കിട്ടൊരു ഇടി കൊടുക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കാണുമ്പോൾ ബെവർലി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? നമ്മളെല്ലാവരും ഇങ്ങനെ വഴക്കുണ്ടാക്കുക എന്നുള്ളതാണ് ആ കോമാളിയുടെ ഉദ്ദേശം. അങ്ങനെ നമ്മൾ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തെറ്റിപ്പിരിയും. ആ സമയത്ത് നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ കോമാളി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ എന്നൊക്കെയാണ് ബെവർലി പറയുന്നത്. പക്ഷെ അവൾ അങ്ങനെ പറഞ്ഞിട്ടും ബാക്കി ആരും ബില്ലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞങ്ങൾ ഈ പരിപാടിക്കില്ല എന്നും പറഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആ ഹെൻറിയും കോട്ടരും ഇപ്പോൾ അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. ഹെൻറിയുടെ കയ്യിൽ അവൻ്റെ അച്ഛൻ്റെ ഒരു തോക്കുണ്ട്. അവൻ അത് വെച്ചിട്ട് ഇങ്ങനെ ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യാണ്. ഈ സമയത്താണ് അവൻ്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നത്. ഹെൻറി ആ തോക്ക് എടുത്തത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ പുള്ളി അവൻ്റെ കയ്യിൽ നിന്ന് ആ തോക്ക് മേടിച്ചു. എന്നിട്ട് നിലത്തേക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാണ്. അത് കാണുമ്പോൾ ഹെൻറി വല്ലാണ്ട് പേടിക്കുന്നുണ്ട്. ഈ സമയം അവൻ്റെ അച്ഛൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ ഈ പേടി കണ്ടില്ലേ, ഇവനെയാണോ നിങ്ങൾ നിങ്ങളുടെ ലീഡറായിട്ട് കൊണ്ടു നടക്കുന്നത്? ഇവൻ വെറും പേടിച്ചു തൂറയാണ്. നിങ്ങൾ വേറെ വല്ല ആൾക്കാരെയും നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അയാളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അയാളുടെ അച്ഛൻ അങ്ങനെ പറഞ്ഞത് ഹെൻറിക്ക് വല്ലാത്തൊരു ഇൻസൾട്ട് ആയിട്ടുണ്ട്. അവനിങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിട്ട് അവൻ്റെ വണ്ടിയുടെ മുന്നിലിരിക്കുകയാണ്. അവൻ്റെ ഫ്രണ്ട്സും അവൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് ഹെൻറി ഒരു കാര്യം കാണുന്നത്. അതൊരു ചുവന്ന ബലൂണായിരുന്നു. അവൻ്റെ ലെറ്റർ ബോക്സിലാണ് ആ ബലൂൺ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവൻ വേഗം ചെന്നിട്ട് ആ ബോക്സ് തുറന്നു നോക്കി. അതിനകത്ത് ചെറിയൊരു പെട്ടിയായിരുന്നു. അവൻ അത് ഓപ്പൺ ചെയ്യുമ്പം ആ പെട്ടിക്കകത്തുണ്ടായിരുന്നത് ഒരു കത്തിയായിരുന്നു. അങ്ങനെ അവൻ ആ കത്തിയുമായിട്ട് നേരെ പോകുന്നത് അവൻ്റെ വീട്ടിലേക്കാണ്. ഈ സമയം അവൻ്റെ അച്ഛൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ അവൻ പതുക്കെ ആ കത്തിയുമായി അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് എത്തി. അതിനിടയിൽ അവിടെ ടി വിയിൽ ഒരു പരിപാടി കാണിക്കുന്നുണ്ട്. ആ ടി വിയിലുള്ള ആൾക്കാർ അവൻ്റെ അടുത്താണ് സംസാരിക്കുന്നത്. അയാളെ കൊന്നു കളഞ്ഞേക്ക് എന്നാണ് അവർ പറയുന്നത്. അതിനെ തുടർന്ന് അവൻ ആ കത്തി വെച്ച് അവൻ്റെ അച്ഛനെ കഴുത്തിലിട്ട് കുത്തുകയാണ്. അങ്ങനെ അയാളെ കുത്തിയതിനു ശേഷം അവൻ ആ ടി വിയിലേക്ക് നോക്കുമ്പോൾ ആ ടി വിയിൽ ഉണ്ടായിരുന്നത് പെന്നിവൈസ് ആണ്. ഈ സമയമാകുമ്പോഴേക്കും അവൻ്റെ അച്ഛൻ മരിക്കുകയും ചെയ്തു.
ഇതേസമയം തന്നെ ബെവർലി ആണെങ്കിൽ അവൾ വീട്ടിലിരിക്കുകയാണ്. അവളിപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവളുടെ അച്ഛൻ അവളെ വിളിക്കുന്നത്. അയാളുടെ കയ്യിൽ നേരത്തെ ബെന്നിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ കാർഡുണ്ട്. ഇത് നിനക്ക് ആര് എന്നാന്ന് ചോദിച്ചിട്ട് അയാൾ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അയാൾ അവളെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. അത് കാണുമ്പം അവൾ അയക്കിട്ടൊരു ചവിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും അയാൾ വന്നിട്ട് ആ ബാത്റൂമിന്റെ വാതിൽ അങ്ങോട്ട് ചവിട്ടി പൊളിച്ചു. എന്നാൽ അയാൾ അവളെ പിടിക്കുമ്പോഴേക്കും അവളൊരു സാധനം വെച്ചിട്ട് അയാളുടെ തലയ്ക്ക് ഒരു അടി കൊടുക്കുകയാണ്. അതോടുകൂടെ അയാൾ മരിച്ചു വീഴുകയും ചെയ്തു. അങ്ങനെ അയാളുടെ പണി തീർത്തിട്ട് അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് പെന്നിവൈസ് വന്നിട്ട് അവളെ പിടിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ബില്ലിപ്പം ബെവർലി അന്വേഷിച്ച് അവളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ അവനങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ അവളുടെ അച്ഛൻ അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. മാത്രമല്ല ആ ബാത്റൂമിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ പെന്നിവൈസ് അവിടെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ പുറകെ എങ്ങാനും നീ വന്നു കഴിഞ്ഞാൽ നീയും മരിക്കും. അതാണ് അവനവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ നിന്നും അപ്പൊ പെന്നിവൈസ് അവളെ പിടിച്ചോണ്ട് പോയി എന്ന കാര്യം ബില്ലിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ വേഗം അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് എല്ലാവരെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെയും കൂട്ടി അവൻ നേരെ ആ വീട്ടിലേക്ക് ചെന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് കുട്ടികളെല്ലാവരും ആ വീടിനകത്തേക്ക് കയറാണ്. എന്നാൽ ഇവരറിയാതെ മറ്റൊരു കാര്യം നടക്കുന്നുണ്ട്. ഇവരെ നിരീക്ഷിച്ചുകൊണ്ട് ആ ഹെൻറി ആണെങ്കിൽ അവന്റെ കാറിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ പെന്നിവൈസ് നേരത്തെ ഇറങ്ങിപ്പോയ ആ കിണറിന്റെ അടുത്തേക്ക് എത്തി. ഇനിയിപ്പോൾ അതിനകത്തേക്ക് ഇറങ്ങാനാണ് അവരെല്ലാവരും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് പതുക്കെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇതേസമയം തന്നെ ബെവർലി ആണെങ്കിൽ ആ കിണറിന്റെ താഴെ കിടക്കുകയാണ്. അവൾക്കിപ്പോൾ ബോധം വന്നു. എന്നാൽ അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മുകളിലേക്കായിട്ട് ഒരു ടണലുണ്ട്. അവിടെ മൊത്തം അവിടെ കാണാതായ കുട്ടികൾ ഇങ്ങനെ വായുവിൽ നിൽക്കുകയാണ്. അത് കണ്ട് പേടിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവൾ നോക്കുമ്പോൾ അത് പെന്നിവൈസ് ആയിരുന്നു. അവൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ട്. അത് കണ്ടതും അവൾ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് പെന്നിവൈസ് അവളുടെ മേലേക്ക് ചാടി വീഴുന്നത്. അതിനുശേഷം അവളുടെ കഴുത്തിന് ഏറിപ്പിടിക്കുകയാണ്. എന്നാൽ അതുകൊണ്ടൊന്നും ബെവർലി പേടിക്കുന്നില്ല. എനിക്ക് നിന്നെ പേടിയില്ല എന്നാണ് അവൾ പറയുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ പെന്നിവൈസ് അവൻ്റെ വായ തുറക്കുകയാണ്. അവൻ്റെ വായ്ക്കകത്തു നിന്നും കുട്ടികളുടെ നിലവിളി കേൾക്കുന്നുണ്ട്. അതോടുകൂടെ അവൾ അവിടെ ഇങ്ങനെ സ്റ്റക്കായി പോവാണ്. ഇതേസമയം തന്നെ കുട്ടികളെല്ലാവരും ഇപ്പം കിണറ്റിനകത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ മൈക്ക് മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ അവൻ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഹെൻറി വന്നിട്ട് അവൻ്റെ തലയ്ക്ക് ഒരു അടി കൊടുക്കുന്നത്. അതോടുകൂടെ അവൻ താഴേക്ക് വീണു. ഈ സമയം അവൻ ആടുകളെ കൊല്ലുന്ന ആ ഗണ്ണും എടുത്തിട്ടുണ്ട്. അങ്ങനെ മൈക്കിനെ ഇടിച്ചിട്ടതിന് ശേഷം അവനെ കൊല്ലാൻ വേണ്ടി ഹെൻറി ആ ഗണ്ണെടുത്തു. എന്നാൽ അവനത് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മൈക്ക് അവനിടിച്ച് താഴേക്കിട്ടാണ്. അതിനുശേഷം ഓടി ചെന്നിട്ട് ഹെൻറിക്കിട്ടൊരു തള്ളു കൊടുക്കുകയാണ്. അതോടുകൂടെ ഹെൻറി ആണെങ്കിൽ ആ കിണറിൻ്റെ അകത്തേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ കുട്ടികളെല്ലാവരും കൂടെ ഇപ്പം താഴെ മൊത്തം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനിടയിൽ സ്റ്റാൻലി ഒറ്റയ്ക്കായി. ഇപ്പം അവൻ എവിടേക്ക് നോക്കിയിട്ടും ബാക്കി ആരെയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും പേടിയായി. ഈ സമയം ബാക്കിയുള്ള കുട്ടികളും ഇപ്പം സ്റ്റാൻലിയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ അവനെ അന്വേഷിച്ച് അവർ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോഴാണ് അവരാ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. സ്റ്റാൻലിയുടെ വീട്ടിലുള്ള ആ രൂപം ഉണ്ടല്ലോ, അതിപ്പം അവൻ്റെ മുഖത്ത് കടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ അങ്ങോട്ട് വന്ന് കാണുമ്പം ആ രൂപം പുറകിലേക്ക് പോകാൻ തുടങ്ങി. അതിനുശേഷം അതൊരു സ്ഥലത്തേക്ക് മറഞ്ഞു. എന്നാൽ പിന്നീട് പുറത്തേക്ക് വരുന്നത് പെന്നിവൈസ് ആണ്. അങ്ങനെ പുറത്തേക്ക് വന്ന് ജസ്റ്റ് അവനൊന്ന് നോക്കിയതിന് ശേഷം പെന്നിവൈസ് അകത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ പെന്നിവൈസ് അവിടെ നിന്ന് പോയി കഴിയുമ്പം കുട്ടികളെല്ലാവരും കൂടെ ചെന്നിട്ട് സ്റ്റാൻലി അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. അവന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. എങ്കിലും അവൻ വല്ലാതെ പേടിച്ചിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ സ്റ്റാൻലി ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബില്ല് ഒരു കാര്യം കാണുന്നത്. അത് അവൻ്റെ അനിയനായ ജോർജി ആയിരുന്നു. ബില്ലിനെ കണ്ടതും ജോർജ് അകത്തേക്ക് ഓടിപ്പോയി. ഈ സമയം ബില്ല് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിൻ്റെ ആ ഗണ്ണും എടുത്തിട്ട് ജോർജിയുടെ പുറകെ പോവാണ്. അങ്ങനെ കുറേ നടന്ന് വില്ല് ഇപ്പം എത്തിയിരിക്കുന്നത് ബെവർലിയുള്ള സ്ഥലത്താണ്. അവൻ നോക്കുമ്പം അവളിങ്ങനെ വായുവിലാണ് നിൽക്കുന്നത്. അവൻ എത്ര ചാടി നോക്കിയിട്ടും അവളെ പിടിക്കാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് വീണ്ടും അവൻ ജോർജിയെ കാണുന്നത്. അതിനെ തുടർന്ന് അവനിപ്പോൾ ജോർജിയുടെ അടുത്തേക്ക് പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും ബാക്കി കുട്ടികളെല്ലാവരും ബെവർലി നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അവരുടനെ തന്നെ ബെവർലിയെ പിടിച്ച് താഴേക്ക് ഇറക്കുകയാണ്. താഴേക്ക് എത്തി കഴിയുമ്പം അവളാണെങ്കിൽ നോർമൽ ആവുകയും ചെയ്തു. ഈ സമയമാകുമ്പോഴേക്കും വില്ലാണെങ്കിൽ ജോർജിയുടെ അടുത്തെത്തി. അവനിപ്പോൾ സാധാരണ സംസാരിക്കുന്ന പോലെ തന്നെയാണ് വില്ലിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നത്. അവൻ ആ ബോട്ടിൻ്റെ പുറകെ പോയതാണ്, അതിനെ തുടർന്നാണ് ഞാനിവിടെ പെട്ടുപോയത് എന്നൊക്കെയാണ് ജോർജി പറയുന്നത്. എന്നാൽ അവൻ്റെ ആ സംസാരത്തിൽ നിന്നും അത് ഒറിജിനൽ ജോർജി അല്ല എന്ന കാര്യം വില്ലിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ അവൻ്റെ കയ്യിലെ ഗണ്ണ് വെച്ചിട്ട് ജോർജിയുടെ തലയിലേക്ക് ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടി ജോർജി താഴേക്ക് വീണു. ഈ സമയം ഇതെല്ലാം നോക്കിക്കൊണ്ട് കുട്ടികളും വില്ലിൻ്റെ പുറകെ നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ ജോർജ് താഴേക്ക് വീണ് കഴിയുമ്പം അവൻ്റെ രൂപം മാറാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ്റെ ശരീരത്തിൽ നിന്നും പെന്നിവൈസ് ചാടി എഴുന്നേൽക്കുകയാണ്. എന്നാൽ അത് കണ്ടതും കുട്ടികളെല്ലാവരും ചേർന്നിട്ട് പെന്നിവൈസിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ നേരത്തെ ശ്രമത്തിന് ശേഷം കുട്ടികളെല്ലാവരും കൂടെ പെന്നിവൈസിനെ അടിച്ചു വീഴ്ത്തി. അവനിപ്പോൾ എഴുന്നേക്കാതെ അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് ബില്ല് അവൻ്റെ അടുത്തൊരു കാര്യം പറയുന്നത്. ഇപ്പം ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഞങ്ങൾ ആരും തന്നെ നിന്നെ പേടിക്കാത്തതുകൊണ്ടാണ് നീ ഞങ്ങൾ ആരും കൊല്ലാത്തത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നീയാണ് ഞങ്ങളെ പേടിക്കുന്നത്. ഇനി നിന്റെ കാര്യം പോക്കാണ്. ഒരു കാലത്തും ഞങ്ങൾ നിന്നെ പേടിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി നീ പട്ടിണിയിലാവാൻ പോവാണ് എന്നാണ് ബില്ല് പറയുന്നത്. അവൻ അത്രയും പറഞ്ഞു കഴിയുമ്പം പെന്നിവൈസ് അവിടുത്തെ കിണറ്റിൻ്റെ അകത്തേക്ക് ചാടുകയാണ്. എന്നാൽ താഴേക്ക് വീഴുന്നതിന് മുമ്പ് അവൻ അവിടെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഈ സമയം ബില്ലാണെങ്കിൽ ഒരു കമ്പി വെച്ചിട്ട് അവനിങ്ങനെ അടിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. പെന്നിവൈസിനാണെങ്കിൽ നല്ല പേടിയുണ്ട്. ഈ സമയം പെന്നിവൈസിന്റെ തലയുടെ ഒരു ഭാഗം മൊത്തം പൊടിഞ്ഞു പോവാണ്.
അതിനെ തുടർന്ന് അവനാണെങ്കിൽ ആ കിണറ്റിനകത്തേക്ക് വീഴുകയും ചെയ്തു. അതൊക്കെ കണ്ട് കുട്ടികളെല്ലാവരും ശരിക്കും സമാധാനത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. കുട്ടികളെല്ലാവരും ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. അതിനിടയിലാണ് ബെവർലി കണ്ട ഒരു സ്വപ്നത്തെ കുറിച്ചിട്ട് അവൾ എല്ലാവരുടെ അടുത്തും പറയുന്നത്. അതായത് അവർ വളർന്ന് വലുതായി കഴിയുമ്പം ഒരു പ്രത്യേക ഘട്ടത്തിൽ അവർ വല്ലാണ്ട് പേടിച്ചിരിക്കുകയായിരുന്നു. അവരെല്ലാവരും നിന്നിരുന്നത് ഒരു നീർച്ചാലിന്റെ സൈഡിലായിരുന്നു. ഈ ഒരു കാര്യമാണ് അവളിപ്പോൾ എല്ലാവരുടെ അടുത്തും പറയുന്നത്. അതെല്ലാം കേട്ട് കഴിയുമ്പം അവരെല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റു. അതിനുശേഷം അവരവരുടെ ബ്ലഡ് വെച്ച് ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ്. ആ കോമാളി ഇതുവരെയായിട്ടും ചത്തിട്ടില്ലെങ്കിൽ ഇനി 27 വർഷം കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വരികയാണെങ്കിൽ അന്ന് ഇവരെവിടെയാണെങ്കിലും ഈ സിറ്റിയിലേക്ക് തന്നെ അവർ തിരിച്ചു വരും. ഈ ഒരു പ്രതിജ്ഞയാണ് അവരെല്ലാവരും കൂടെ എടുക്കുന്നത്. അതിനെ തുടർന്ന് ബാക്കി എല്ലാവരും അവിടെ നിന്ന് പോയി. ഇപ്പൊ ബില്ലും ബെവർലിയും മാത്രമാണ് അവിടെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അവരുടെ ഭാവി പരിപാടി എന്താണ് എന്നാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ബെവർലിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവളിപ്പോൾ ഒറ്റയ്ക്കാണല്ലോ, അതുകൊണ്ട് അവൾക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നാളെ തന്നെ അവൾ അവളുടെ ആന്റിയുടെ വീട്ടിലേക്ക് പോവാണ്. ആ ഒരു കാര്യമാണ് അവളിപ്പോൾ ബില്ലിന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവനൊരു കിസ്സും കൊടുത്തിട്ട് അവൾ അവിടുന്ന് പോവാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി ഇറക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.